ഞങ്ങൾ ഈ 60-70 വയസ്സുകൊണ്ട് എന്താക്കാനാണ്? അവർ 1000 വർഷമൊക്കെ ഇസ്ലാമിന് വേണ്ടി അവരുടെ ജീവിതം സമർപ്പിച്ചു, എല്ലാം നിനക്ക് വേണ്ടി സമർപ്പിച്ചു. അങ്ങനെയുള്ള ആ മഹത്തുക്കളോട് കൂടെ സ്വർഗത്തിലെത്താൻ ഞങ്ങൾ എന്ത് ചെയ്യും നബിയെ എന്ന ധർമ്മസങ്കടത്തില് ആ സമയത്ത് മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. വഹയുമായിട്ട് നബിയെ നിങ്ങൾ ഓതിക്കൊടുക്കുക. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹർ എന്ന സൂറത്ത് ഇറങ്ങാനുള്ള സാഹചര്യം അതാണ്. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങൾക്കൊരു സന്തോഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. നൽകിയ സന്തോഷം ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ഒരു രാത്രി. ആ ഒരൊറ്റ രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയാൽ 83 വർഷം ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹർ 1000 മാസങ്ങളെക്കാൾ പ്രതിഫലം എന്നാണ്. 1000 എന്നത് അറബിക് ന്യൂമർ അനുസരിച്ച്, അറബിക് സംഖ്യാശാസ്ത്രം അനുസരിച്ച് ഏറ്റവും അങ്ങേയറ്റത്തെ സംഖ്യയാണ് 1000. 1000 കഴിഞ്ഞാൽ പിന്നെ 1000 വെച്ചാണ് പിന്നെ തുടങ്ങുന്നത്, അല്ലെ? അൽഫ് പിന്നെ അൽഫുമായിട്ടാണ് പിന്നെ ഉണ്ടാവുക. അശറത്തു ആലാഫ്, അങ്ങനെ അൽഫ് ഉപയോഗിച്ചാണ്. പിന്നെ 1000-ത്തെ മറ്റുള്ള സംഖ്യയിലേക്ക് ചേർത്താൽ മതി. അപ്പൊ അതിന് തഫ്സീർ പറഞ്ഞെടുത്ത് കാണാം, അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എത്രയാണെന്ന് അറിയില്ല. അങ്ങനെ അറ്റമില്ലാത്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നതാണ്. ഇനി ഏറ്റവും കുറഞ്ഞത് 1000 മാസം എന്നുള്ളത് നമ്മൾ കണക്ക് കൂട്ടിയാൽ തന്നെ 83 വർഷം ചില്ലാൻ, ഏകദേശം 84ഓളം വർഷം ഇബാദത്ത് ചെയ്ത കൂടിയിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു 10 ലൈലത്തുൽ ഖദ്ർ കിട്ടിയ ബാക്കിയുള്ള എല്ലാ സമുദായങ്ങളെയും ഓവർടേക്ക് ചെയ്യാൻ നമുക്ക് കഴിയും. അല്ലാഹു ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പോ ആ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാവുന്ന ഒരു രാവിലേക്കാണ് ഇന്നത്തെ രാത്രി നമ്മൾ പ്രവേശിക്കുന്നത്. പഞ്ചസാരക്കുന്നിൽ ചക്കരക്കരിമ്പ് എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ രാത്രി. കാരണം ഇന്ന് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്നതോടൊപ്പം ശുദ്ധ റമദാനാണ്, അതുപോലെ വെള്ളിയാഴ്ചയാവും. എല്ലാം വന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവ് ഒരു പക്ഷേ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. 27 എന്താണ് എല്ലാവരും ഇത്ര പ്രാധാന്യം നൽകാനുള്ള കാരണമെന്ന് വെച്ചാൽ, ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. ഇന്ന ദിവസമാണിത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. പറയാൻ വേണ്ടി വരുന്ന അവസരത്തിൽ മദീനത്തെ പള്ളിയിൽ 2-3 ആളുകൾ ഇരുന്ന് സംസാരിക്കുന്നു. അവർ ചില തർക്കങ്ങളിൽ ഏർപ്പെടുന്നു. അല്ലാഹു തആല മറപ്പിച്ച് നടന്നു. ആ പള്ളിയിലുള്ള സംസാര തർക്കമൊക്കെ എത്രത്തോളം നമുക്ക് പ്രതികൂലമായി ബാധിക്കുമെന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടെയാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി ഇന്ന ദിവസമാണ് എന്ന് നമുക്ക് കൃത്യമാക്കി തന്നിട്ടില്ല. അതും ഒരു അനുഗ്രഹമാണ്, പിന്നീട് പറയും. അപ്പൊ പിന്നെ 27 എത്രമാത്രം ശ്രദ്ധിക്കാനുള്ള കാരണം പല മഹത്തുക്കളും പറഞ്ഞു. മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ആ സൂറത്ത് നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ തന്നെ ആ സൂറത്തിൽ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ എന്ന് പറയുന്നത്, ഹിയ എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദ്ർ എന്നതിലേക്കുള്ള സൂചനാവാക്യമാണ്. ആ വരുന്ന പദം 27ാമത്തെ പദമാണ്. അതുകൊണ്ട് 27 എന്ന് ചില അനുമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന വാക്കിൽ 9 ഹർഫാണുള്ളത്. 3 തവണയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് അതിൽ പ്രയോഗിച്ച് 9 27. അങ്ങനെ ഒരുപാട് പല വിധങ്ങളായ ആ സൂറത്ത് വെച്ചുള്ള സംഖ്യാശാസ്ത്രവും മറ്റുമൊക്കെ വെച്ച് തഫ്സീറിൽ പറഞ്ഞതാണ്. അതുപോലെ പല മഹത്തുക്കളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിൽ കൂടുതൽ പ്രതീക്ഷിക്കാം. ഏതാണ് ദിവസം എന്നറിയാം. അപ്പൊ നമ്മൾ ഏതായാലും ഒരു ദിവസം മാറ്റി വെക്കണം. അപ്പൊ റമദാനിൽ ഒന്ന് തൗബ ചെയ്യാനും, ഒന്ന് കരയാനും, ഒന്ന് ഇത്തിഖാഫ് കുറച്ച് സമയം ഇരിക്കാനും. അപ്പൊ അതിനുള്ള രാത്രിയാണ് ഈ വരുന്ന രാത്രി. എല്ലാവരും ഉണ്ടായിരിക്കണം. ഇൻഷാ അല്ലാഹ് നാളെ ഇടയത്തായത്തിനുള്ള ഫുഡ് വളരെ ഭംഗിയായി ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ടാകും. അപ്പൊ ഇവിടുന്ന് തന്നെ ഭക്ഷണം കഴിച്ച് നാളത്തെ സുബ്ഹ് നിസ്കാരം കുറച്ച് നേരത്തെയായി. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഒന്ന് ഓർമ്മിപ്പിച്ചു വന്നു. ബാങ്ക് കൊടുക്കുക, സുന്നത്ത് നിസ്കരിക്കുക, സുബ്ഹ് നിസ്കാരം, അങ്ങനെയായിരുന്നു. ഞാൻ അറിയില്ല എന്റെ പെട്ടെന്ന് തുടങ്ങിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നേരത്തെ എണീറ്റ് പോയത് ചിലപ്പോൾ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, അറിയുന്ന പോലെ ഇരിക്കണ്ടേ, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അല്ലെ? എല്ലാവരും അറിയുന്ന വിധത്തിൽ രാവിലെ ഇരുത്തിയിട്ട് മെസ്സേജ് ചെയ്യാനൊന്നും കഴിയൂല. അപ്പൊ അറിഞ്ഞവരൊക്കെ അറിയിക്കുക നേരത്തെ ആയിരിക്കും നാളത്തെ സുബ്ഹ് നിസ്കാരം. അതുപോലെ ഇന്ന് അസ്റിന് ശേഷം ഏകദേശം ഒരു 6 മണിക്ക് ഒരു നിർധനയായ പെൺകുട്ടിയുടെ നിക്കാഹ് നടക്കുന്നുണ്ട്. നല്ലൊരു പുണ്യമുള്ള കാര്യമാണല്ലോ. പാവപ്പെട്ട കുട്ടിയെ കല്യാണം കഴിച്ച് അയക്കുക എന്നുള്ളത്.
അതിന്റെ സംവിധാനം ഒരു സഹോദരൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാവരും ഭാഗവാക്കാവണം. അതിന്റെ സൽക്കാരം എന്നോണം ഇന്ന് വിപുലമായ രൂപത്തിൽ തന്നെ നോമ്പ് തുറയുണ്ട്, അതിലൊക്കെ ഭാഗവാക്കാവണം. അതുപോലെ ചില ആളുകളൊക്കെ വിളിച്ചു ചോദിച്ചു, ഉസ്താദ് കുട്ടിയെ കയ്യെഴുതിക്കാൻ വേണ്ടി എപ്പോഴാണ് കൊണ്ടുവരേണ്ടത്? അവർക്ക് വേണ്ടിയൊന്ന് പറയാൻ പലരും വിളിച്ചതുകൊണ്ട് ഒരു 8:30 കഴിഞ്ഞതിന് ശേഷം ഉച്ചവരെയുള്ള സമയത്ത് അവിടെ കൊണ്ടുവന്നാൽ എഴുതിക്കാവുന്നതാണ്. അപ്പൊ ഏതായാലും ഇന്നത്തെ രാത്രി അതൊരാളും കൊണ്ട് കളയാൻ ഒറ്റ രാത്രിയെങ്കിലും അത് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവാണ്, വെള്ളിയാഴ്ച എല്ലാം കൊണ്ട് നമുക്ക് വലിയ ലാഭം ലഭിക്കുന്ന രാവ്. അതാരും കൊണ്ട് കളയരുത്. നമുക്ക് തസ്ബീഹ് നിസ്കരിക്കണം, ദിക്റുകൾ ചൊല്ലണം, ഖുർആൻ പാരായണം ചെയ്യണം, കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യണം. എല്ലാവരും നല്ല മനസ്സോടെ തന്നെ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞു കേട്ടതൊക്കെ നല്ല അമലായി നീ സ്വീകരിക്കണേ അല്ലാഹുവേ. പടച്ചോനെ, നീ സ്വീകരിച്ച് അതിന്റെ മിസ്ലി സവാബ് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധുമിത്രാദികൾ അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും സ്വർഗ്ഗസ്ഥരാക്കണേ പടച്ചോനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം അനുകൂലമാക്കി തരണേ അല്ലാഹ്. എന്തെങ്കിലും പ്രതികൂലമുണ്ടെങ്കിൽ നീ അത് തട്ടിക്കളയണേ റഹ്മാനെ. ഞങ്ങളെ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് നീ ഭേദമാക്കി തരണേ അല്ലാഹ്. ആയുരാരോഗ്യം ആഫിയത്തും നൽകണേ അല്ലാഹ്. ഒരുപാട് നന്മകൾ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. സുബ്ഹ് ജമാഅത്തിനെത്തിയവരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തോടെ നൽകണേ അല്ലാഹ്. അല്ലാഹു മരിക്കുന്ന അവസരത്തിൽ കാമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി